ധനാഭ്യർത്ഥന ചർച്ചയെ എതിർക്കുകയാണ് സർ. ഒന്ന്, ഈ ഭരണപക്ഷാംഗങ്ങളെല്ലാം സംസാരിക്കുന്നത് കേട്ടു. അവർ സംസാരിച്ചത് ഏത് കേരളത്തെ പറ്റിയിട്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല സർ. അത് ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് 3.5 കോടി മലയാളികളുള്ള കേരളത്തെ പറ്റിയിട്ടല്ല ഈ ഭരണപക്ഷാംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കേരളം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല സർ. ഇവിടെ കുറച്ചു മുൻപ് സംസാരിച്ച ഭരണപക്ഷാംഗം പറഞ്ഞത് വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും ഉണ്ടാകരുതെന്നാണ്. ആ വ്യാജ വാർത്തകൾ ഉണ്ടാകരുതെന്ന് അങ്ങ് ആദ്യം കേരളത്തിൻ്റെ ബഹുമാനനായ സഭയിലുണ്ടായിരുന്ന ധനകാര്യമന്ത്രി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിന് മറുപടിയായി കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ തൊഴിലില്ലായ്മ നിരക്കിൽ ദേശീയ ശരാശരിയേക്കാൾ തൊഴിലില്ലായ്മ നിരക്കുമായി ബന്ധപ്പെട്ട് കേരളം വളരെ മുന്നിലാണ്, കേരളത്തിൽ തൊഴിലില്ലായ്മ ഇല്ല എന്നാണ്. ഞാൻ ഇക്കണോമിക് സർവേ ഉദ്ധരിക്കാം സർ. ഇൻ ദ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ according to the PLFS conducted from July 2023 to June 2024, the unemployment under usual status for persons of age 15 years and above, Kerala has an unemployment rate of 7.2% as against the all India rate of 3.2%. അതായത് ഇന്ത്യയുടെ ദേശീയ ശരാശരി 3.2 ആകുമ്പോൾ കേരളത്തിന്റെ ശരാശരി 7.2 ആണ് സാർ. ഈ 15 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമാണ്. ഇനി കേരളത്തിന്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് 15 വയസ്സിൽ താഴെയുള്ള ആളുകളുടെ കാര്യമാണെങ്കിൽ അത് ബാലവേലയിൽ വരും സാർ, അത് വലിയ കേസാവും സാർ. എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ, നിങ്ങൾക്ക് ഈ നാടിനോട് എന്താണ് ഇത്ര വൈരാഗ്യം? എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ? വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല, ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടുമെന്ന് പറയുന്ന ആദ്യത്തെ സർക്കാരല്ലേ നിങ്ങളുടെ സർക്കാർ? നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചില്ലേ? ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ? കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചില്ലേ? 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ? ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലേ? സാർ, നിങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു സാർ. പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാ. അപ്പൊ നിങ്ങൾ പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തിട്ടില്ല. ഇതിലെ കിലുക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജിയാമന്റെ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത്. ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പോലും പേടിയാണ് സാർ. കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. 6/3/2025 പുറത്തിറക്കിയ ഉത്തരവ്, ആ ഉത്തരവ് പ്രകാരം ഇവര് കൊട്ടിഘോഷിച്ച കെ സ്മാർട്ട് സർവീസുകളുടെ എല്ലാം ചാർജ് വർദ്ധിപ്പിച്ചു സാർ. ഇതെന്താണ് സാർ? ഡിജിറ്റൽ നോക്കുകൂലിയാണോ സാർ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനിയും ഈ അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളുടെ കൊല്ലത്ത് സമ്മേളനം നടത്തിയത്. കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ CPM-കാരനോട് പറഞ്ഞു, നിങ്ങൾ ഈ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച നവകേരള രേഖയുണ്ടല്ലോ, അതൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു. ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇത് അയച്ചു തന്നു. അയച്ചു തന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾക്ക് ഡോക്യുമെന്റ് മാറിയെന്നാണ് തോന്നുന്നത്, നിങ്ങൾ ഏതോ BJP-യുടെ രേഖയാണ് അയച്ചത്, നിങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് ആ CPM-ന്റെ രേഖ അയച്ചു തരുമെന്ന് പറഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു, അല്ല, ഇത് BJP-യുടെ അല്ല, ഞങ്ങളുടെ തന്നെ രേഖയാണ് സാർ. കാരണം എന്താണ് സാർ? ഇവരുടെ രേഖയ്ക്കകത്ത് 6.7 സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. അവയെ സമാഹരിക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നത് പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ കഴിയണം. അതിനുതകുന്ന സംവിധാനങ്ങളെ വികസിപ്പിക്കാനും ആകണം. 6.8 ഏറെക്കാലമായി വർധനവുകളൊന്നും വരുത്താത്ത നിരവധി മേഖലകളുണ്ട്. അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ, ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ. ഇനിയും ഇവരും ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? ചമ്പൽ കൊള്ളക്കാരും കുറുവാ സംഘവും അവർ കൊള്ളയടിക്കുന്നതിന് മുന്നേ സമ്മേളിക്കും, വലിയ ആഡംബരമൊന്നുമില്ല. ഇവർ പക്ഷേ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ. ഇവർ പന്തലിടും, ഇവർ ഘോഷയാത്ര നടത്തും, ഇവർ തിരുവാതിര നടത്തും, ഇവർ റെഡ് വോളണ്ടിയർ മാർച്ച് നടത്തും. ഇതെല്ലാം നടത്തിയതിന് ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി മാറുകയാണ് സാർ. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട്. അയ്യോ, പൂരം കണ്ടില്ലേ, ആനയെ കണ്ടില്ലേ, മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക്.